നമസ്കാരം. ബാങ്കിൽ നിന്നെടുത്ത ലോൺ തുക മുഴുവൻ അടച്ചു തീർത്ത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ബാങ്ക് ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ തിരിച്ചു നൽകിയില്ല എന്ന് പരാതി. കോഴിക്കോട് മാവൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരായിക്കൊണ്ടാണ് മാവൂർ കണ്ണിപറമ്പ് ചോലക്കൽ ഹൗസിൽ താമസിക്കുന്ന മോഹൻദാസ് എന്നയാൾ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. 2023 മോഹൻദാസ് മാവൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് തന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തി ഏതാണ്ട് 3.5 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു വർഷത്തിനകം തന്നെ, കൃത്യമായി പറഞ്ഞാൽ 2024 ഏപ്രിൽ മാസത്തിനകം തന്നെ ഈ തുക ഇയാൾ തിരിച്ചടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നാളിതുവരെയായിട്ടും ബാങ്ക് ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ മടക്കി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പരാതി. നിരവധി തവണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടും ബാങ്ക് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്റെ രേഖകൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇയാൾ ഉന്നയിക്കുന്നത്. മാവൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എൻ്റെ പേഴ്സണൽ ആധാരം വെച്ച് 3.5 ലക്ഷം രൂപ ലോൺ എടുക്കുകയും ആ ലോൺ തിരിച്ചടച്ചിട്ട് 18 മാസമായി. പക്ഷേ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ആധാരം തിരികെ തരാൻ ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ട് നിയമ നടപടിക്കായി വക്കീൽ നോട്ടീസ് അയച്ചു. ഈ വക്കീൽ നോട്ടീസ് അയച്ചിട്ടും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായില്ല. ഇവർ പറയുന്ന കാരണം എന്താ വെച്ചാൽ, സൂപ്പർ മാർക്കറ്റിൽ, മാവൂർ ചെറുപ്പ സൂപ്പർ മാർക്കറ്റിൽ 36,000 രൂപ കൊടുക്കാനുണ്ട്. കൊറോണ സമയത്ത് കുഞ്ഞാറ്റ കാറ്ററിംഗ് സർവീസ് നടത്തുകയും കൊറോണയിൽ അത് പൂട്ടിപ്പോവുകയും വൈഫിന് കൈയും കാലും കൊഴിഞ്ഞു പോയതുകൊണ്ട് ആ പണം നൽകാൻ സാധിച്ചിട്ടില്ല. അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം തരുന്നത് ബാങ്ക് മുഖാന്തരം യാതൊരു ഈടോ ഒന്നും ഉണ്ടായിട്ടില്ല. ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധം തുടർന്നതുകൊണ്ട് അവരാണ് ഈ സാധനം തന്നത്. എന്നിട്ടും 8,000 രൂപ അടച്ചു. ഇനി 28,000 രൂപയാണ് അടയ്ക്കാനുള്ളത്. ഈ 28,000 രൂപ അടയ്ക്കാത്തത് കൊണ്ടാണ് ആധാരം തിരിച്ചു നൽകില്ല എന്ന് ബാങ്ക് പറയുന്നത്. അത് അന്യായമാണെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആധാരം തിരിച്ചു കിട്ടാൻ കോഴിക്കോട് ജില്ലാ സഹകരണ രജിസ്ട്രാർ, സഹകരണ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മോഹൻദാസ് പറയുന്നതനുസരിച്ച് ബാങ്കിൽ നിന്ന് എടുത്ത 3.5 ലക്ഷം രൂപ ഒരു വർഷത്തിനകം തന്നെ തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബാങ്കുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 36,000 രൂപയുടെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തുക കൂടി അടച്ചു തീർത്തെങ്കിൽ മാത്രമേ തന്റെ ആധാരം മടക്കി നൽകൂ എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്കിന്റെ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത് എന്നുള്ളതാണ് ഇയാൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അദ്ദേഹം ചോദിക്കുന്നത് ആ തുക താൻ മടക്കി നൽകാൻ തയ്യാറാണ്, അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മാസാമാസം നിശ്ചിത തുക എന്ന ക്രമത്തിൽ കൊടുക്കാം എന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ബാങ്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രത്യക്ഷത്തിൽ ബാങ്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ സൂപ്പർ മാർക്കറ്റിലെ തുകയുടെ പേരിൽ താൻ ബാങ്കിൽ നിന്നെടുത്ത ലോണിന് പകരമായി ഈടായി വെച്ചിട്ടുള്ള ആധാരം അടക്കമുള്ള രേഖകൾ മടക്കി നൽകാതിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ് മോഹൻദാസ് ചോദിക്കുന്നത്. തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം.